ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധയുണ്ടായ യുവതി മരിച്ചു. അമ്പലപ്പുഴ കരൂർ സ്വദേശി അൻസാറിന്റെ ഭാര്യ ഷിബിനയാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാരോപിച്ച് ആശുപത്രിയിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? വിഷ്ണു, അമ്പലപ്പുഴ സ്വദേശി ഷിബിനയാണ് ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഷിബിന ഒരു മാസം മുൻപാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. കഴിഞ്ഞ മാർച്ച് 26-ന് ഷിബിന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. തുടർന്ന് ഷിബിനയ്ക്ക് അണുബാധയുണ്ടായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ അണുബാധയെ തുടർന്ന് ഷിബിന ഡിസ്ചാർജ് ആയില്ല. കുഞ്ഞിന് മഞ്ഞ നിറമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യാതിരുന്നത്. പിന്നീട് ഈ പ്രസവശേഷം അണുബാധയുണ്ടായി. പിന്നീട് ഷിബിന ICUവിൽ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷം 3 ദിവസം മുമ്പ് ഈ അണുബാധ കൂടുതൽ ഗുരുതരമാവുകയും ചെയ്തു. ഈ പ്രസവത്തിന് 3 ദിവസം മുമ്പും ഇവർക്ക് അണുബാധ ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഷിബിന മരിക്കുകയും ചെയ്തു. ബന്ധുക്കളുടെ വലിയ പ്രതിഷേധം അല്പസമയം മുമ്പ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഷിബിനയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് ഈ മോർച്ചറിയിലേക്ക് മാറ്റിയത്. എന്തായാലും വലിയ പ്രതിഷേധവുമായി ബന്ധുക്കളുണ്ട്. ബന്ധുക്കളും മുഖ്യമന്ത്രിക്കടക്കം ചികിത്സാ പിഴവ് ആരോപിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്ക് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. വിഷ്ണു, നിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കളുടെ ഒരു ആരോപണം ശക്തമാണ്. ചികിത്സാ പിഴവ് ഉണ്ടായെന്നുള്ളൊരു കാര്യം കൃത്യമായി ബന്ധുക്കൾ ഉന്നയിക്കുമ്പോൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കുമൊക്കെ ഈ ഒരു വിഷയം അവിടെ ഇടയാക്കുന്നുണ്ട്. ഒരുപക്ഷെ നിലവിൽ ആശുപത്രി അധികൃതർ ആദ്യം നൽകിയ വിശദീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വിഷ്ണു, ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ഷിബിന എന്ന് പറയുന്ന യുവതിയെ പ്രസവത്തിനായി കൊണ്ടുവന്നു. ഇവർക്ക് ഈ പ്രസവിക്കുന്നതിന് 3 ദിവസം മുൻപ് അണുബാധയുണ്ടായി. തുടർന്ന് 3 ദിവസം കഴിഞ്ഞ് ഷിബിന പ്രസവിച്ചതിന് ശേഷം ഈ അണുബാധ കൂടുതൽ ഗുരുതരമായി. ഇത് കരളിനെ അടക്കം ബാധിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ യുവതിക്ക് ഇത്തരത്തിൽ ഈ അണുബാധ ഉണ്ടായെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന് നൽകിയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല, കൃത്യമായി ഇവർ ഇത് അണുബാധയ്ക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല, പരിശോധനകൾ നടത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഒപ്പം തന്നെ ഇവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗുരുതരമായ ചികിത്സാ പിഴവ് ആണ് ഷിബിന എന്ന 32 വയസ്സുകാരിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ ബന്ധുക്കളുടെ പരാതി. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി തന്നെ എത്തിയിരുന്നു. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകുന്നതിനൊപ്പം തന്നെ ഇവിടെ അല്പസമയം മുമ്പ് ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾ വന്നിരുന്നു. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിഷ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.